ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 10ാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. അതിലെ ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഏത്? ഓപ്ഷൻസ്: ഇന്ത്യ, വന്ദേ ഭാരത്, വന്ദേ മാതരം, ധർമ്മ. ശരി ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം: INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആര്? രണ്ടിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി. ഓപ്ഷൻസ്: മുഹമ്മദ് അലി ജിന്ന, MA അൻസാരി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ. ശരി ഉത്തരം MA അൻസാരിയാണ്. അടുത്ത ചോദ്യം: നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? VK കൃഷ്ണമേനോനാണോ, C ശങ്കരൻ നായരാണോ, VP മേനോനാണോ, അതോ KM മുൻഷി ആണോ? ശരി ഉത്തരം ഓപ്ഷൻ C, VP മേനോൻ. നാലാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, പട്ടാഭി സീതാരാമയ്യ. ശരി ഉത്തരം ഓപ്ഷൻ C, KM മുൻഷി ആയിരുന്നു. അടുത്ത ചോദ്യം: 1952 പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ആരായിരുന്നു? ഓപ്ഷൻസ്: ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ദ്രാവിഡ മുന്നേറ്റ കഴകം, തെലുങ്കുദേശം പാർട്ടി. ശരി ഉത്തരം ഓപ്ഷൻ ബി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 1953 പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, HN ഗുൻസ്രു, ഫസൽ അലി, KM പണിക്കർ. ശരി ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. ഏഴാമത്തെ ചോദ്യം: ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ശ്രദ്ധിക്കുക, നീളവും വീതിയുമാണ്, വീതിയും നീളവുമല്ല, മാറിപ്പോകരുത്. ഓപ്ഷൻസ്: 2:1, 2:4, 3:1, 3:2. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 3:2. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? ഓപ്ഷൻസ്: 42ാം ഭേദഗതി, 44ാം ഭരണഘടനാ ഭേദഗതി, 52ാം ഭരണഘടനാ ഭേദഗതി, 65ാം ഭരണഘടനാ ഭേദഗതി. ശരി ഉത്തരം ഓപ്ഷൻ എ, 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ജനഗണമന ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: റാം സിംഗ് താക്കൂർ, അരബിന്ദ ഘോഷ്, രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശരി ഉത്തരം നിങ്ങൾക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഈ സീരീസിലെ 10ാമത്തെ ചോദ്യമാണ്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വെങ്കിടാചലം, JS വർമ്മ, രംഗനാഥ മിശ്ര, ചന്ദ്രചൂഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി, രംഗനാഥ മിശ്രയാണ്. 10-10 എന്ന സീരീസിലെ 10ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എത്ര ക്വസ്റ്റ്യനുകൾ ശരിയായി എന്ന് നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തെറ്റായ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിച്ചു വയ്ക്കുക, റിവിഷൻ നടത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. സോ നമുക്ക് 10-10ന്റെ 11ാമത്തെ ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.